ഹലോ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ദൃശ്യം 3 കാണാൻ പോയിരുന്നു. ഫസ്റ്റ് ഷോ ആണ് കാണാൻ പോയത്. അപ്പോൾ ഇന്ന് മോഹൻലാലിൻ്റെ ബർത്ത്ഡേയും കൂടെയാണ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് തന്നെയാണ് ദൃശ്യം 3 റിലീസായിരിക്കുന്നത്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ മറ്റേ വാഴ 2 ഇറങ്ങിയ സമയത്ത് ഇറങ്ങേണ്ടതായിരുന്നു. ഇതൊക്കെയോ കാരണങ്ങൾ കൊണ്ടാണ് പിന്നെ ഇപ്പോഴത്തേക്ക് റിലീസ് വന്നത്. എന്തായാലും നല്ല സിനിമ തന്നെ. ദൃശ്യം ഫസ്റ്റ് നോർമൽ ദൃശ്യം, പിന്നെ ദൃശ്യം 2, അതിൻ്റെ തുടർച്ചയായിട്ട് തന്നെയാണ് ദൃശ്യം 3 കാണിച്ചേക്കുന്നത്. അപ്പം ടൈറ്റിൽ കാർഡ് എഴുതി കാണിക്കുന്ന സമയത്ത് 1ൻ്റെയും 2ൻ്റെയും പ്രസക്ത ഭാഗങ്ങൾ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു കണക്ഷൻ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ അത് ആദ്യമേ തന്നെ ഫില്ലാക്കാൻ വേണ്ടിയിട്ടായിരിക്കും അത് ചെയ്തതാണ്. എന്തായാലും നന്നായിട്ടുണ്ടായിരുന്നു. അപ്പം ഫസ്റ്റ് ഹാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോർമൽ ഒരു ഇതാണ്. ഇടയ്ക്ക് ചെറിയതായിട്ടൊരു ലാഗ് തോന്നിയായിരുന്നു. ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് സെയിം ഇത് കാണിക്കുന്ന ഒരിതാണ്. പിന്നെ ഇൻ്റർവെൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പടം വീണ്ടും നല്ലൊരു ഹൈയിലേക്ക് പോകുന്നുണ്ട്. അത് 2ലും അങ്ങനെ തന്നെയായിരുന്നു. 2ൽ നമുക്ക് സെക്കൻഡ് ഹാഫ് കുറേ ഗൂസ് ബംസ് നമുക്ക് തരുന്ന മൊമെൻറ്റ്സ് ഉണ്ടായിരുന്നു, കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ 3ൽ വന്നപ്പം അത്രയ്ക്ക് എനിക്ക് തോന്നിയില്ല. നല്ല പടമാണ്, കുറേ സസ്പെൻസും എല്ലാം ഉണ്ട്. എങ്കിൽ പോലും എന്തോ എവിടെയോ കണക്റ്റ് ആവാനായിട്ട് പെട്ടെന്ന് ഇച്ചിരി സമയം എടുത്തു എനിക്ക് ലാസ്റ്റ്. അപ്പോൾ അതിൻ്റെ എന്തോ ഒരു മിസ്സിങ് തോന്നി. എന്നാൽ പോലും മൊത്തത്തിൽ നല്ലൊരു പടം തന്നെയാണ്. 3 കൂടി കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത്. നമുക്ക് കോവിഡിൻ്റെ സമയത്ത് ഓൺലൈൻ റിലീസ് ചെയ്ത സിനിമയായിരുന്നു ദൃശ്യം 2. അപ്പോൾ അത് ഒരുപാട് കാത്തിരിപ്പിന് ശേഷം നമുക്ക് കിട്ടിയതായിരുന്നു ആ സമയത്ത്. അതിൻ്റെ പോലെ തന്നെ ഇത്രയും കാത്തിരിപ്പിന് ശേഷം അടുത്തൊരു പാർട്ട് വരുമ്പോൾ പ്രതീക്ഷകളും അതനുസരിച്ച് കൂടും. ആ പ്രതീക്ഷകൾക്കൊപ്പം 3 ഉയർന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പിന്നെ നമുക്ക് ദൃശ്യം 1ഉം 2ഉം കമ്പയർ ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 3ക്ക് അത്രയും ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ചില കാര്യങ്ങളിൽ പറ്റിയിട്ടില്ല. കാരണം നമ്മൾ സെക്കൻഡിൽ നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. കാരണം നമ്മൾ ഫസ്റ്റിൽ കണ്ടു കഴിഞ്ഞപ്പോൾ മോഹൻലാൽ പോലീസ് സ്റ്റേഷൻ്റെ സൈറ്റിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പോൾ അതൊരു നല്ലൊരു ട്വിസ്റ്റ് ആയിരുന്നു. പക്ഷെ അത് പിന്നത്തേൽ ഒരാൾ കാണുന്നതും അതിലേക്ക് വരുന്നതും ഒരു നല്ല രീതിയിലായിരുന്നു അത് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെയുള്ള ഒരു ട്വിസ്റ്റ് 3ലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയമാണ്. പക്ഷെ എന്നാൽ പോലും ഇതിൽ രണ്ടാമത്തെ ഭാഗത്തിൽ മോഹൻലാൽ സിനിമ പിടിക്കുന്ന ആഗ്രഹമായിട്ട് കഥേനെ മോഡിഫൈ ചെയ്ത് സിനിമ ഇറക്കുന്നതൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പുതുമുഖങ്ങൾ ഇതിനകത്ത് കാണാൻ പറ്റും. അതുപോലെ തന്നെ സെക്കൻഡിൽ നമ്മൾ സഹദേവൻ്റെ റോള് കണ്ടിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ 3ൽ സഹദേവന് അത്യാവശ്യം നല്ല റോളുണ്ട്, ഷാജു. പിന്നെ ക്ലൈമാക്സ് ഒന്നും കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, പെട്ടെന്ന് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോഴേക്കും ഒരു കണക്റ്റ് ആവുമോ, അല്ലെങ്കിൽ നമുക്കറിയാം എന്തായാലും മോഹൻലാലിൻ്റെ ക്യാരക്ടർ പോലീസിൻ്റെ ബുദ്ധിനേക്കാളും വെട്ടിച്ച് എന്തെങ്കിലും ചെയ്യും എന്നുള്ള കാര്യം നമ്മളെല്ലാവരും എക്സ്പെക്ട് ചെയ്തായിരുന്നു. സെക്കൻഡിൽ നമ്മളത് കണ്ടതുമാണ്. അപ്പം അത് ഒരു ഫസ്റ്റും സെക്കൻഡിനെ അപേക്ഷിച്ച് ഒരു പ്രത്യേകത 3ലുണ്ട്. ഞാനത് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലർ ആയിപ്പോവും, അതുകൊണ്ട് ഞാൻ പറയാനില്ല. അതുപോലെ 4നുള്ളൊരു സ്കോപ്പ് ഇട്ടിട്ടാണ് ഈ പടം അവസാനിക്കുന്നത്. അപ്പോൾ എപ്പോഴെങ്കിലും ഒരു 4ഉം വരും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നും വേണ്ട. അഭിനയം നന്നായിട്ട് തന്നെ ഉണ്ട്. നമുക്കറിയാമല്ലോ മോഹൻലാലിൻ്റെയും മീനയുടെയും അതുപോലെ മക്കളായിട്ട് വന്ന അൻസിബയും ഇസ്തേറിൻ്റെയും ഒക്കെ അഭിനയം നന്നായിട്ട് തന്നെയുള്ളത് ഇപ്രാവശ്യവും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഫാമിലി സീക്വൻസ് ഉണ്ടല്ലോ. ഇത് ഫാമിലിക്ക് വേണ്ടി ഏതൊരറ്റവും വരെ പോകാനായിട്ട് തയ്യാറാവുന്ന ഒരു കുടുംബനാഥൻ്റെ അതെല്ലാ തരത്തിലുള്ള ഒരു പ്രഷറും, പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ വരുമ്പം ഓരോ പ്രാവശ്യവും ഒരു തെളിവുണ്ടെങ്കിൽ അത് കുത്തിപ്പൊങ്ങി വീണ്ടും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാർട്ടായി വീണ്ടും അതിനെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് എല്ലാ പഴുതുകളും എടുത്ത് എന്താ പറയുക, അത്രയും കെയർഫുള്ളായിട്ട് നടക്കുന്ന ഒരു കുടുംബനാഥൻ്റെയും ഒരു കുടുംബത്തിൻ്റെയും കഥ പറയുന്ന ദൃശ്യം സീരീസ് അതൊരു റേറ്റ് തന്നെയാണ്. നമ്മൾ ഇത് കാണാൻ പോകുന്നതിന് മുമ്പ് നമ്മൾ ഒന്നും കൂടി 2 കണ്ടായിരുന്നു ഇന്നലെ. അപ്പം അപ്പോഴാണ് നമുക്ക് കുറച്ചും കൂടിയും ആ ഒരു എത്ര ബ്രില്യൻ്റ് ആയിട്ടാണ് ഓരോന്നത് അതിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് എന്ന് നമുക്ക് ഫീൽ ചെയ്യണത്. 1 ആയാലും 2 ആയാലും. ഇപ്പോൾ 3യും നമുക്ക് അതിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ 4ലേക്ക് വേണ്ടിയും ഈ പറഞ്ഞ പോലെ ഈ ഒരു കാത്തിരിപ്പ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. എന്തായാലും മോഹൻലാലിൻ്റെ ബർത്ത്ഡേ ആയിട്ട് ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും ഉള്ള ഒരു നല്ലൊരു ബർത്ത്ഡേ ട്രീറ്റും കൂടെയാണ് ദൃശ്യം 3. അതുപോലെ മുരളി ഗോപിയുടെ ക്യാരക്ടറും നമുക്ക് ഈ ഒരു 3rd പാർട്ടിലും വരുന്നുണ്ട്. സെക്കൻഡ് പാർട്ടിൽ നല്ല പ്രോമിനൻ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3rd പാർട്ടിൽ അത്രയൊന്നും കാണിക്കണില്ലെങ്കിലും ഉള്ളത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഗീതാ പ്രഭാകരായിട്ട് വന്നാൽ ആശാശരത്തിന് അധികം അത്രയും മുമ്പത്തെ 1ലോ 2ലോ ഉള്ള അത്രയും ഡയലോഗ് ഡെലിവറീസ് ഒന്നും ഇതിൽ ആവശ്യം വന്നിട്ടില്ല.
അതിപ്പോൾ ഫോറിലത് മിക്കവാറും കൂടുതലായിരിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ സിദ്ദിഖിൻ്റെ ക്യാരക്ടറിലും കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. അപ്പം അതും നമുക്ക് 3-ൽ കാണാവുന്നതാണ്. നമ്മൾ കൂടുതൽ പറഞ്ഞു കഴിഞ്ഞാൽ കഥയിലേക്ക് എത്തേണ്ടി വരും. അതുകൊണ്ട് അതിനെ പറ്റി മെൻഷൻ ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ദൃശ്യം 3 പോയി കണ്ട് ആസ്വദിക്കുക. താങ്ക് യു.